സാർ എങ്ങനെയാണ് സി എം എയും സി എസ് ഒക്കെ ക്വാളിഫൈ ചെയ്തത്? ഫസ്റ്റ് അറ്റംപ്റ്റിലാണോ സെക്കൻഡ് അറ്റംപ്റ്റിലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചില ആൾക്കാർ എന്നോട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ സി എ, സി എം എ, സി എസിൻ്റെയൊക്കെ പരീക്ഷ പാസ്സാവാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനെ ക്രാക്ക് ചെയ്യാം, എങ്ങനെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് കുട്ടികൾ ചോദിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തിയാൽ, നമ്മളെ പഠന രീതിയിൽ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് ഇതിൻ്റെ എക്സാംസൊക്കെ ടാക്കിൾ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതിനു മുമ്പ് ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇപ്പം ഞാൻ എൻ്റെ ഒരു ബോഡി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ജിമ്മിൽ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അവിടെ നല്ല എക്സ്പേർട്ടായിട്ടുള്ളൊരു ട്രെയിനർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ട്രെയിനർ നിങ്ങൾ ചെയ്യേണ്ട വർക്കൗട്ടിൻ്റെ കാര്യങ്ങൾ, നിങ്ങൾ ലിഫ്റ്റ് ചെയ്യേണ്ട വെയിറ്റിൻ്റെ കാര്യങ്ങൾ, നിങ്ങൾ എക്സസൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ, വാമപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, വാം ഡൗൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരും. അതൊക്കെ തുടക്കത്തിൽ നമുക്ക് അവർ കാണിച്ചു തരും ചെയ്യും. ആ കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് അതിനകത്തുള്ള ചേഞ്ചസ് ഉണ്ടാവും. നിങ്ങളിതൊക്കെ കേട്ടിട്ട് ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതേപോലെയുള്ളൊരു പ്രോസസ്സാണ് നമ്മളെ പഠനത്തിലും ആവശ്യമുള്ളത്. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ സി എ, സി എം എ, സി എസ്, ഈ കോഴ്സ് മാത്രമല്ല, സി എ, സി എം എ, യു എസ് ഒക്കെ പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ ഈ പറയുന്ന ഒരു എക്സാമിനോട് അടുക്കുമ്പം അല്ലെങ്കിൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ആങ്സൈറ്റി, അതേപോലെ എക്സാം ഫിയറൊക്കെ ഭയങ്കര കൂടുതലാണ്. ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം? അതിന് ഒന്ന് രണ്ട് കറക്ഷൻസ് ആവശ്യമാണ്. അതിലൊരു കാര്യമാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മളെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കൺസെപ്റ്റ് മൈൻഡിൽ നിന്ന് ഒഴിവാക്കുക. ഒന്ന്, എല്ലാം പഠിച്ചങ്ങ് തീർക്കുക. നമ്മുടെ കുട്ടികൾ എപ്പോഴും പറയുന്ന ഒരു ടോക്കാണ്, അല്ലെങ്കിൽ ഒരു വേർഡാണ്, പഠിച്ച് തീർന്നിട്ടില്ല അല്ലെങ്കിൽ പഠിച്ച് തീർന്നു. ആദ്യം മനസ്സിലാക്കുക, നമുക്ക് ഒരു സബ്ജക്റ്റും പഠിച്ച് തീർക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അതിനകത്ത് പുതിയ അമെൻമെൻറ്റ് വന്നിട്ടുണ്ടാവും, പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടാവും, പുതിയ പേഴ്സ്പെക്റ്റീവ് വന്നിട്ടുണ്ടാവും, ഒരു ടേമിന് തന്നെ ഡിഫറെൻറ്റ് മീനിങ് വന്നിട്ടുണ്ടാവും. ദെൻ നമുക്ക് ഒരു കാര്യവും പഠിച്ച് തീർക്കാൻ വേണ്ടി പറ്റില്ല. ചില ആൾ പഠിച്ച് തീർക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് ബൈഹാർട്ട് ചെയ്ത് തീർത്തു എന്നാണ്. അത് മേ ബി പ്രാക്ടിക്കലി കുറച്ച് സബ്ജക്റ്റൊക്കെ അങ്ങനെ ബൈഹാർട്ട് ചെയ്തൊക്കെ തീർക്കാൻ വേണ്ടി പറ്റും. പഠിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ വന്നാലും, ഏത് ആംഗിളിൽ നിന്ന് ചോദിച്ചാലും, എങ്ങനെയൊക്കെ ആൾക്കാർ തിരിച്ചും മറിച്ചും ഇട്ട് കഴിഞ്ഞാലും നമുക്ക് അതിനകത്തൊക്കെ ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ പഠിച്ച് തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വരുന്നത്. പക്ഷേ അങ്ങനെ ഒരു എക്സ്പേർട്ടിസം നമുക്ക് എല്ലാ സബ്ജക്റ്റിലും ഉണ്ടോ? അപ്പോൾ അതൊരു പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. ബുക്ക് വായിച്ച് തീർക്കാം, ബുക്ക് റിവൈസ് ചെയ്ത് തീർക്കാം, നമ്മൾ റിപ്പീറ്റ് ചെയ്യാം, വേണമെങ്കിൽ നോട്ട് എഴുതി തീർക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർക്കാം. പക്ഷേ ഒരു സബ്ജക്റ്റ് പൂർണ്ണമായും 100% പെർഫെക്റ്റായിട്ട് പഠിച്ച് തീർക്കാൻ വേണ്ടി പറ്റുമോ? ഇമ്പോസിബിൾ ആണെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇനി മറ്റുള്ള കഴിവുള്ള ആൾക്കാരുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. കാരണം എൻ്റെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് വീക്കാണ്. ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ അത്യാവശ്യം മാർക്ക് കുറവായിരുന്നു, +2നും മാർക്ക് കുറവായിരുന്നു, ഡിഗ്രിയും തട്ടിക്കൂട്ടിയൊക്കെ പാസ്സായ ആളാണ്. പിന്നെ സി എം എ ഒക്കെ ആയപ്പോഴാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ സബ്ജക്റ്റിലേക്കൊക്കെ ഇൻവോൾവ് ചെയ്യാനും, ബുക്ക് വായിക്കാനും, ബുക്ക് വായിച്ച് അതിന് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനും, ഒരു കാര്യം കിട്ടിയാൽ എങ്ങനെ മറ്റുള്ളതുമായിട്ട് കണക്ട് ചെയ്യാമെന്നുള്ള കാര്യമൊക്കെ പഠിച്ചത് ഒരു ടൈം കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളെ മൈൻഡിൽ, നമ്മളിപ്പോൾ പഠിച്ചു വരുന്ന ഒരു +2 കഴിഞ്ഞ് +2ന് നമ്മൾ അത്യാവശ്യം കാണാപ്പടം പഠിച്ച് പാസ്സായിട്ടുണ്ടാവും. ഡിഗ്രിക്ക് ചിലപ്പം തട്ടിക്കൂട്ടി എക്സാമിൻ്റെ 2 ആഴ്ച മുമ്പോ 3 ആഴ്ച മുമ്പോ ഒക്കെ അത്യാവശ്യം എഫേർട്ട് ഇട്ട് പാസ്സായിട്ടുണ്ടാവും. നമ്മൾ ഇതേ ഒരു മൈൻഡ് സെറ്റിൽ ക്ലാസ്സുകളൊക്കെ തീർന്നതിന് ശേഷം സബ്ജക്റ്റൊക്കെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പരീക്ഷ പാസ്സാവാമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന കുറച്ച്, അതായത് എൻ്റെ പ്രപ്പോർഷൻ കുറച്ച് കൂടുതലായിട്ടുള്ള ആൾക്കാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു എക്സാമിന് ജോയിൻ ചെയ്യുന്നത് എന്തിനാണെന്നുള്ള ആദ്യം ആലോചിക്കുക. നമ്മൾ ഒരു കോഴ്സ് പഠിക്കുന്നത് നമ്മുടെ ഭാവി ജീവിതത്തിൽ അതിനെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ 100% സമയം കളയാൻ വേണ്ടിയിട്ട് ആരും എന്ത് ചെയ്യില്ല, പണവും സമയവും ഒന്നും ഇൻവെസ്റ്റ് ചെയ്യില്ല. നമ്മുടെ ലൈഫ് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് എന്ത് ചെയ്യാറില്ല, ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പഠനത്തിൻ്റെ ഒരു ഫോക്കസ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മാറ്റം വരുത്തണം. കാരണം നമ്മൾ ട്രഡീഷണലി പഠിച്ചു പോകുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു കോഴ്സിന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സ് എന്തായാലും പാസ്സാവില്ല, ഉറപ്പായിട്ടും പാസ്സാവില്ല. അതിനകത്ത് നമ്മൾ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, അത് വായിക്കുന്ന രീതി, അത് പഠിക്കുന്ന രീതി, നമ്മൾ ചെയ്യുന്ന രീതി. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഓൺലൈൻ ടിപ്സ് കിട്ടും, വീഡിയോസ്, സ്റ്റഡി പ്ലാൻ, നോട്ട്സ്, കാര്യങ്ങൾ, ഈവൻ ക്ലാസ്സുകൾ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഒരു സബ്ജക്റ്റിന് എത്ര ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഈ ക്ലാസ്സുകൾ കണ്ടു തീർത്താൽ മാത്രം നമുക്ക് നോളജ് അക്വയർ ആവുമോ? ഇല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ജിം ട്രെയിനറിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അയാൾ എത്ര നന്നായിട്ട് പറഞ്ഞാന്ന് കഴിഞ്ഞാലും നമ്മളതിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യാതെയും, അതിനെ ഫോളോ അപ്പ് ചെയ്യാതെയും, അതിനെ കൺസിസ്റ്റൻ്റായിട്ട് റിവൈസ് ചെയ്യാതെയും, നമ്മളതിനകത്ത് സ്ഥിരത പുലർത്താതെയും നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല, ഇത് പഠനത്തിലുണ്ടാവില്ല. അതുകൊണ്ട് താൽക്കാലികമായിട്ട് എക്സാമിന് അടുപ്പിച്ച് ഒരു 2 മാസം തലകുത്തി മറിഞ്ഞ് അങ്ങ് പ്രിപ്പറേഷൻ നടത്തി നമുക്ക് ഈ എക്സാം പാസ്സാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ
പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ എക്സാം പാസ്സാവണം, കുറച്ചും കൂടി നമുക്ക് പഠനത്തിലേക്ക് വരണം, നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ചേഞ്ച് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ CMA ഇൻ്റർമീഡിയറ്റ് ആയിക്കോട്ടെ, CA ഇൻ്റർമീഡിയറ്റ് ആയിക്കോട്ടെ, ഞങ്ങളുടെ ഒരു സ്റ്റഡി ക്യാമ്പ് ഓൺലി ഫോർ റിപ്പീറ്റേഴ്സ് ഇവിടെ തളിപ്പറമ്പ് മന്നയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റെസിഡൻഷ്യലാണ്. നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഒരു സബ്ജക്റ്റിനെ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്, ഒരു സബ്ജക്റ്റിൽ എങ്ങനെയാണ് മിനിമം മാർക്ക് സ്കോർ ചെയ്യേണ്ടത്, ഒരു സബ്ജക്റ്റിൽ എങ്ങനെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എക്സ്പേർട്ടായിട്ടുള്ള ഫാക്കൾട്ടീസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം ടാക്കിൾ ചെയ്യാം. കൂടുതൽ അറിയണം എന്നുള്ള ആൾക്കാർ താഴെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, അതിനകത്ത് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി, ഓൺലൈനായിട്ട് ചില സബ്ജക്റ്റുകളുടെ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇൻ്റർമീഡിയറ്റിൻ്റെയും ഫൈനലിൻ്റെയും കുറച്ച് സബ്ജക്റ്റുകളുടെ ലൈവ് ക്ലാസ് എന്ന് വെച്ചാൽ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്നതിൻ്റെ റെക്കോർഡല്ല, പ്യുവർലി ലൈവ് ഇൻറ്ററാക്റ്റീവ് സെഷൻ അവൈലബിൾ ആണ്. താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഒരു അനാലിസിസ് മാത്രമാണ്. തുടർന്നും ഇതിൻ്റെ പാർട്ട് 2ഉം പാർട്ട് 3 ഒക്കെ ആയിട്ട് എന്ത് വരും, വീഡിയോസ് വരും. ഓൾ ദി ബെസ്റ്റ്.